അപ്പം നമുക്കിന്നൊരു എക്സിബിഷൻ കാണാൻ പോയാലോ? ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പോൾ നമുക്ക് എക്സിബിഷൻ്റെ ഒരു ടൈമാണ്. ക്രിസ്മസ്, ഓണം അതൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ സെലിബ്രേഷൻ ടൈമൊക്കെ നമുക്ക് എക്സിബിഷനൊക്കെ ഉള്ളപ്പം ഈ സ്റ്റോൾ കാണാൻ പറ്റും, റൈഡ്സ് ഒക്കെ ഉണ്ടാവും, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരുങ്ങിയൊക്കെ അടിപൊളിയായിട്ടൊക്കെ പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പോകാൻ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന എക്സിബിഷൻ ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഈ എക്സിബിഷൻ നടക്കുന്നത്. ഞാനും അമ്മയും കൂടെയാണ് കേട്ടോ കാണാൻ പോയത്. ഈ എക്സിബിഷൻ്റെ പേര് വിൻ്റർ ഫെസ്റ്റ് എന്നാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് തോന്നുന്നു. ഫ്രീ എൻട്രി ആണ് നമുക്ക് ഈ എക്സിബിഷനൊക്കെ വരുമ്പോഴത്തേക്കും. കാരണം കനക്കുന്നൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ചോദിച്ചാൽ ഇങ്ങോട്ട് വരാം. ഇവിടെയും തിരക്കായിരുന്നു, എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ ഫസ്റ്റ് നമ്മൾ പേരും ഫോൺ നമ്പറും അവിടെ കൊടുക്കണം. ഫാമിലിയിൽ ഒരാളുടെ പേര് ഫോൺ നമ്പർ കൊടുക്കണം. എനിക്ക് തോന്നുന്നു എയർപോർട്ടിനകത്ത് ഉള്ള എക്സിബിഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെയൊക്കെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു പുള്ളിക്കാരൻ അവിടെ നിന്ന് ക്രിസ്മസ് സോങ്സും കാര്യങ്ങളൊക്കെ പാടുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ സ്റ്റോളിനകത്ത് കയറുമ്പോൾ മറ്റേ ചുരിദാറും മെറ്റീരിയൽസ്, അങ്ങനത്തെ ടോപ്സ്, അങ്ങനത്തെ ഉള്ള ഒരു ആയിരുന്നു ഫസ്റ്റ് സ്റ്റോൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് കുറേ ഒരു 2-3 സ്റ്റോൾസ് വെസ്റ്റേൺ ജ്വല്ലറീസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഈ വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന ജ്വല്ലറീസും അതുപോലെ ബ്രേസ്ലെറ്റ്സ് ഒക്കെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായത്. ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഈ പേൾ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ്, കുറേ നമ്മൾ ഈ പല കളേഴ്സൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കമ്മൽ വാങ്ങിച്ചു. അങ്ങനത്തെ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡിൻ്റെ എന്ന് പറയുന്നത് ഞാൻ അവിടെ നിന്ന് ഒരു ചീസ് കേക്കും ചോക്ലേറ്റ് കേക്കും വാങ്ങിച്ചു. ഒരു പീസിന് 200 വെച്ചിട്ട് എന്തോ ആയിരുന്നു അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞു. എന്നിട്ട് പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അവർ ബലൂൺസിൽ ഷേപ്സ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കില്ലേ, അതുണ്ടായിരുന്നു. അതുപോലെ സ്ലൈഡ്, നമ്മളിങ്ങനെ നിരങ്ങി വരുന്ന സ്ലൈഡ്സ് ഉണ്ടല്ലോ, അങ്ങനത്തത്. പിന്നെ നമ്മൾ എറിഞ്ഞിടുന്ന, കുപ്പിയിലൊക്കെ എറിഞ്ഞിടുന്ന അങ്ങനത്തെ സാധനങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾ അവിടുന്ന് ബൺമസ്കയും ചായ ആയിരുന്നു കഴിച്ചത്. പിന്നെ രാമചന്ദ്രൻ്റെ കുറച്ചൊരു ബേക്കറീസ് പോലത്തെ ഉണ്ടായിരുന്നു, ഇടിയപ്പം, ചിക്കൻ കറി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു അവിടുത്തെ വിശേഷം. അപ്പോൾ